ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ക്വാണ്ടം സൈസ് എഫക്റ്റ് അല്ലെങ്കിൽ ക്വാണ്ടം സ്ട്രക്ചേഴ്സ് ആൻഡ് ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ക്വാണ്ടം സ്ട്രക്ചേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ നാനോ ലെവൽസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർട്ടിക്കിൾസോ മെറ്റീരിയൽസോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ക്ലാസിക്കൽ ഫിസിക്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ നാനോ ലെവൽക്ക് പോകുമ്പോൾ ഈ ക്ലാസിക്കൽ ഫിസിക്സിനെ അത് പിന്നെ ഫോളോ ചെയ്യില്ല. അത് ആരെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക? ക്വാണ്ടം മെക്കാനിക്സിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം നാനോ ലെവൽസിലുള്ള പാർട്ടിക്കിൾസ് എന്തിനോട് കമ്പയറബിൾ ആയിട്ടുണ്ടാവും? ആറ്റത്തിനോടും മോളിക്യൂളിനോടും കമ്പയറബിൾ ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടീസ്, ഈ സൈസ് വളരെ ബൾക്കായിട്ടുള്ള സൈസ് വളരെ നാനോ ലെവലിൽ വന്ന ആറ്റംസിനോടും മോളിക്യൂൾസും പോലെ ഇരിക്കുന്ന സൈസിലേക്ക് മാറുമ്പോൾ അവരുടെ പ്രോപ്പർട്ടീസിലും എന്ത് വരും? പല വിധത്തിലുള്ള ഡിഫറെൻറ്റ് മോഡിഫിക്കേഷൻസ് വരും. അവർ വലിയ സൈസ് ബൾക്ക് മെറ്റീരിയലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബൾക്ക് മെറ്റീരിയലും നാനോ ലെവലിൽ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ഫോളോ ചെയ്യുന്ന ആ ഒരു ക്വാണ്ടം സ്കെയിലിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബൾക്കും അവരും തമ്മിൽ എന്താണ്? ലാർജ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അവരുടെ പ്രോപ്പർട്ടീസിലൊക്കെ എന്ത് വരും? മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്വാണ്ടം സൈസിലിരിക്കുന്ന നാനോ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാണ്ടം സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ക്വാണ്ടം സൈസ് എഫക്റ്റാണ്. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കുക, ഒരു പാർട്ടിക്കൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് എടുത്ത് അത് ക്വാണ്ടം സൈസിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റുകളാണ് നമ്മൾ ക്വാണ്ടം സൈസ് എഫക്റ്റ് എന്ന് പറയാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ നോക്കാം. അപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മെറ്റൽ എടുക്കുക. അപ്പോൾ മെറ്റൽ ആദ്യം എടുക്കുമ്പോൾ ബൾക്കായിരിക്കും, വലുതായിരിക്കും. അപ്പോൾ എന്താണ്? ബൾക്കായിരിക്കും മെറ്റൽ. അതെന്ത് പ്രോപ്പർട്ടീസ് കാണിക്കുക? ബൾക്ക് പ്രോപ്പർട്ടീസാണ് കാണിക്കുക. പക്ഷേ അത് എന്ത് ചെയ്യാണ്? നമ്മൾ റെഡ്യൂസ് ചെയ്ത് അതിനെ നാനോമീറ്റർ സ്കെയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പ്രോപ്പർട്ടീസിൽ എന്ത് കാണിക്കും? ഡിഫറൻസ് കാണിക്കും, മോഡിഫിക്കേഷൻസ് കാണിക്കും. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക വിചാരിച്ചാൽ, നമുക്ക് ബാൻഡ് തിയറി നമ്മൾ പഠിച്ചിരിക്കണല്ലേ? വാലൻസ് ഇലക്ട്രോൺ മെറ്റലിന് എന്താ ചെയ്യുക? കറണ്ടിനെ കണ്ടക്ട് ചെയ്യും. അതിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ആണ്, മെറ്റലിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് ആണ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുക? നമ്മൾ വാലൻസ് ബാൻഡിലിരിക്കുന്ന ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റ് ചെയ്തിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്? കണ്ടക്ഷൻസ് ഒക്കെ നടക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? നമുക്കിങ്ങനെ ഒരു ബാൻഡ് ഉണ്ടാവും. പക്ഷെ നമ്മളത് നാനോ സ്കെയിലേക്ക് പോകുന്ന സമയത്ത് ഈ ബാൻഡിനെ അത് കാര്യമായിട്ട് ഡയറക്റ്റായിട്ട് അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എനർജി ബാൻഡ് സ്ട്രക്ചേഴ്സിനെ ഡയറക്റ്റ്ലി അതെന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് മാറ്റം വരും? എനർജി ലെവൽസ് ഒന്നും കൂടെ ഡിസ്ക്രീറ്റായിട്ട്, അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉള്ളതായിട്ട് ഒന്നും കൂടെ ഡിസ്ക്രീറ്റായിട്ട് മാറും. അപ്പോൾ നമുക്കതിനെ എങ്ങനെ വിളിക്കാൻ പറ്റും? ഒരു ബോക്സിനകത്തൊരു പാർട്ടിക്കിൾ ഇട്ടതിനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ നാനോ സ്കെയിലേക്ക് വരുമ്പോൾ നമ്മളുടെ എനർജി ലെവൽസിനെ എഫക്റ്റ് ചെയ്യും. അത് മോർ ഡിസ്ക്രീറ്റായിട്ട് മാറും. അതിനെ നമുക്ക് എങ്ങനെ പറയാം? പാർട്ടിക്കിളിനെ ബോക്സ് എന്നുള്ളതിനോട് കമ്പയർ ചെയ്യാം. അപ്പോൾ വീക്ക്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? നമ്മളെ ഇലക്ട്രിസിറ്റിയൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീക്ക്ലി ബൗണ്ട് ഇലക്ട്രോൺസ് ഒക്കെ ക്വാണ്ടം സൈസിക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ക്വാണ്ടം സ്ട്രക്ചേഴ്സിലിരിക്കുന്ന സമയത്ത് ഇവരെന്താണ്? ഒരു പെർട്ടിക്കുലർ ക്വാണ്ടൈസ്ഡ് ലെവൽസിലാണ് ആ ഇലക്ട്രോൺസ് ഇരിക്കുക. പറയണ മനസ്സിലായോ? വീക്ക്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഏതിലുള്ളത്? ക്വാണ്ടം സൈസ് നാനോ പാർട്ടിക്കിളിലോ അല്ലെങ്കിൽ ക്വാണ്ടം സ്ട്രക്ചേഴ്സിലോ ഇരിക്കുന്ന വീക്ക്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എവിടെയാണ് ഓക്യുപ്പൈ ചെയ്യുക? ക്വാണ്ടൈസ്ഡ് ലെവൽസിലാണ് ഓക്യുപ്പൈ ചെയ്യുക. ഈ ലെവൽസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ലെവൽസിൻ്റെ ഇടയിൽ സ്പേസിങ് വരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ഒരു എഫക്റ്റിനെയാണ് എന്ത് വിളിക്കുക? ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഒന്നും കൂടെ പറയാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്വാണ്ടം സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ ക്വാണ്ടം സൈസ് നാനോ പാർട്ടിക്കിൾസോ എടുത്തു. അവരിലിരിക്കുന്ന വീക്കസ്റ്റ് ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്തിലിരിക്കുന്നുണ്ടാവും? ക്വാണ്ടൈസ്ഡ് ലെവൽസിലിരിക്കുന്നുണ്ടാവും. ഈ ലെവൽസിൻ്റെ ഇടയിലുള്ള സ്പേസിങ് എങ്ങനെയായിരിക്കും? സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ലെവൽസിൻ്റെ ഇടയിലുള്ള സ്പേസിങ് ഇരിക്കുക. അതിനെയാണ്, ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് വിളിക്കുന്നത്.
മനസ്സിലായല്ലോ. അപ്പോൾ ഈ ക്വാണ്ടം കൺഫൈൻമെൻറ്റ് കാരണം ഇനി എന്താണ് സംഭവിക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്വാണ്ടം കൺഫൈൻമെൻറ്റ് കാരണം മെറ്റീരിയൽ എന്ത് കാണിക്കൂല, ബൾക്ക് മെറ്റാലിക് ബിഹേവിയേഴ്സ് കാണിക്കൂല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ക്വാണ്ടൈസ് ലെവൽസിൽ ഇലക്ട്രോൺസ് ഇരിക്കുക. അപ്പോൾ കുറേ ഇലക്ട്രോൺസ് എന്തായിട്ട് മാറും, ഫ്രീ ആയിരിക്കില്ല. മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോൺസാണ് കണ്ടക്ട് ചെയ്യുക, പക്ഷേ കുറേ ഇലക്ട്രോൺസ് എന്താണ് ടൈറ്റ്ലി ബൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ അവരെന്തായിട്ട് മാറുക, ലോക്കലൈസ് ചെയ്ത് മാറും. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടീസിൽ ഒരു ഡ്രമാറ്റിക് ചേഞ്ച് കാണിക്കും. ഇലക്ട്രോണിക്കും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ ഡ്രമാറ്റിക് ചേഞ്ച് കാണിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്വാണ്ടം സൈസ് എഫക്റ്റ്. ക്വാണ്ടം സൈസിലേക്ക് വരുമ്പോൾ ഇലക്ട്രോൺസ് ഒന്നും ഫ്രീ ആവാതെ അവർ ബൾക്ക് മെറ്റീരിയൽ ബിഹേവിയറിന് ഡിഫറൻസ് കാണിക്കും. ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും, ടൈറ്റ്ലി ബൗണ്ട് ആയിരിക്കും. അപ്പോൾ ആ ഡിഫറൻസ് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്വാണ്ടം സൈസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അതിനിവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്, നമ്മളൊരു നാനോ സ്കെയിൽ വയർ എടുത്തു, അല്ലെങ്കിൽ സർക്യൂട്ട് കമ്പോണൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ഒബേ ചെയ്യണം, ഓംസ് ലോ ഒബേ ചെയ്യണം. എന്താ ഓംസ് ലോ, I=V/R എന്ന് പറയുന്ന ഓംസ് ലോ. പക്ഷെ നാനോ സ്കെയിലിൽ ഒരിക്കലും അവരെന്ത് ഒബേ ചെയ്യുന്നില്ല, I=V/R അവർ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ക്വാണ്ടം സൈസിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ പ്രോപ്പർട്ടീസിലൊക്കെ എന്ത് കൊണ്ടുവരാം, ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഡിഫറൻസസ് നമുക്ക് കൊണ്ടുവരാം, ട്യൂൺ ചെയ്യാം. അതിൻ്റെ പാർട്ടിക്കിൾ സൈസിനനുസരിച്ച് ഇലക്ട്രിക്കലും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും നമുക്ക് ട്യൂൺ ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അത് ഒക്കെയാണ് നമ്മുടെ ക്വാണ്ടൈസേഷൻ, സൈസ് ക്വാണ്ടൈസേഷൻ എഫക്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ടേം പറയാനുള്ളത് ക്വാണ്ടം ഡോട്ട്സ് എന്നാണ്. അപ്പോൾ നമുക്ക് പറയാം ഡോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുത്തുപോലെ ഇരിക്കും അല്ലേ. അപ്പോൾ അവരെന്താണ്, റഫ്ലി ഡോട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് സ്ഫെറിക്കൽ അല്ലെങ്കിൽ ക്യൂബിക്കൽ ഷേപ്പാണ് നമുക്ക് പറയാം കേട്ടോ. ആ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക, റഫ്ലി ഡോട്ട് അല്ലെങ്കിൽ സ്ഫെറിക്കൽ അല്ലെങ്കിൽ ക്യൂബിക്കൽ ഷേപ്പായിരിക്കും. പിന്നെ ക്വാണ്ടം ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ഡയമെൻഷനിലും എന്താണ്, ഓൾ 3 1D 2D 3D 1 ഡയമെൻഷണൽ 2 ഡയമെൻഷണൽ 3 ഡയമെൻഷനിലെല്ലാം അതെന്തായിരിക്കും, ക്വാണ്ടം കൺഫൈൻഡ് ആയിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ 2 പോയിൻറ്റ്സ് പറഞ്ഞു. റഫ്ലി ഡോട്ടായിരിക്കും ഷേപ്പ്, അവർ എല്ലാ ഡയമെൻഷൻസിലും ക്വാണ്ടം കൺഫൈൻഡ് ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ഇനി വേറെ ഒരു പോയിൻറ്റും കൂടെ ഉണ്ട്. നാനോ പാർട്ടിക്കിൾസ് എന്താണ്, വളരെ സ്മോൾ ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് എന്ത് എക്സിബിറ്റ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം, ക്വാണ്ടം ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യാൻ കഴിവുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്വാണ്ടം ഡോട്ട്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ 3 പോയിൻറ്റ്സ് ആണ്, ഇപ്പോൾ 3 പറഞ്ഞുതരാം. വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ സ്മോൾ ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് ക്വാണ്ടം ബിഹേവിയർ എന്തിലൊക്കെ കാണിക്കുന്നുണ്ട്, ഇലക്ട്രോണിക്കും ഒപ്റ്റിക്കൽ പ്രോസസ്സിൽ ക്വാണ്ടം ബിഹേവിയർ കാണിക്കുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്വാണ്ടം ഡോട്ട്സ്. അവർ എല്ലാ ഡയമെൻഷൻസിലും എന്തായിരിക്കും, ക്വാണ്ടം കൺഫൈൻഡ് ആയിരിക്കും, റഫ്ലി ഒരു ഡോട്ട് ഷേപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ അവർക്ക് ന്യൂമറസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്, അവർ 3 ഡയമെൻഷൻസിലും ഓൾ 3 ഡയമെൻഷൻസിലും ക്വാണ്ടം കൺഫൈൻഡ് ആയതുകൊണ്ടാണ് ന്യൂമറസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പോൾ ഒരെണ്ണമാണ് അത് ഫ്ലൂറസെൻറ്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തിൽ നമുക്ക് യൂസ് ചെയ്യാം, ഫ്ലൂറസെൻറ്റ് പ്രോബ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ വേറെ ആപ്ലിക്കേഷൻ വരുന്നതാണ് എന്താണ്, സെൽസിൻ്റെ ഇമേജ്, ബയോമോളിക്കുലാർ ഇമേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബയോമോളിക്കുലാർ ആൻഡ് സെല്ലുലാർ ഇമേജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ എന്തൊക്കെയാണ്, ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസൊക്കെ കാണിക്കുന്നത് കൊണ്ട് സെമി കണ്ടക്ടർ ക്വാണ്ടം ഡോട്ട്സ് എന്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ ചിപ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്.